വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 14. മോളെ ഞാൻ തങ്ങളെ തുറിച്ചു നോക്കുന്ന ഷഹാനയെ നോക്കിക്കൊണ്ട് ഷാനു വിളിച്ചു. എന്നാൽ ഷഹാന ദേഷ്യത്തോടെ വന്ന് അവനരികിലായി തലകുനിച്ചിരിക്കുന്ന ലീയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നീ എന്റിക്കെ എന്ത് കാണിച്ച് മയക്കാനാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അതും പറഞ്ഞ് ലിയയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചവൾ. ഷഹാനയുടെ പെട്ടെന്നുള്ള പ്രതികരണമായതുകൊണ്ട് തന്നെ ഷാനുവിന് അത് തടുക്കാനായില്ല. എന്നാൽ വീണ്ടും അടിക്കാനോങ്ങിയ അവളുടെ കൈ അവൻ പിടിച്ചുവെച്ചു. വിടിക്ക എന്നെ, ഈ പിഴച്ചവളെ ഇന്ന് ഞാൻ... അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചിരുന്നു ഷാനു. സൂക്ഷിച്ച് സംസാരിക്കണം. ആദ്യമായി അവന്റെ കയ്യിൽ നിന്നും അടി കിട്ടിയ ഷോക്കിലായിരുന്നു അപ്പോൾ ഷഹാന. അവൻ അടിച്ചതിനേക്കാൾ അവൾക്ക് വേണ്ടിയാണല്ലോ അത് എന്നോർത്തായിരുന്നു അവൾക്ക് ഏറ്റവും സങ്കടം. ഇവൾക്ക് വേണ്ടിയാണോ ഇക്ക ഇപ്പൊ എന്നെ തല്ലിയത്? അപ്പോ എന്നേക്കാളും വലുതാണോ ഇക്കാക്ക് ഇവൾ? നിറഞ്ഞു തൂവുന്ന കണ്ണീർ തുള്ളികളെ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എനിക്ക് നീയും അവളും ഒരുപോലെയാണ്. ലിയയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ഷഹാന അടിച്ച കവിൾ പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്നു അവളപ്പോൾ. നൂറയുമായി കല്യാണം ഉറപ്പിച്ച ഇക്കാന്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കൊഴിയാൻ നാണമില്ലേ ഇവൾക്ക്? മതി, നീ നിർത്തിക്കോ. ഇനിയും അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നേരത്തെ കൊണ്ടതുപോലെ ആയിരിക്കില്ല. അവനത് പറയുമ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇക്കാനെ എല്ലാവരുടെയും മുന്നിലിട്ട് തല്ലി നാണം കെടുത്തിയവൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് എന്നോർക്കണം. അത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ്, നീ ഇടപെടേണ്ട. ഞാൻ ഇടപെടും, എനിക്കതിനുള്ള അവകാശമുണ്ട്. നൂറയുമായുള്ള കല്യാണം നടക്കാനിരിക്കുമ്പോൾ ഇവളുമായുള്ള ഈ ബന്ധം ഞാൻ സമ്മതിക്കില്ല. ഷഹാന ഒട്ടും മയമില്ലാതെ ദേഷ്യത്തോടെ തന്നെയാണ് അത്രയും പറഞ്ഞത്. അതിന് ആര് പറഞ്ഞു ആ കല്യാണം നടക്കുമെന്ന്? ഞാൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ മഹർ അണിയിക്കുന്നുണ്ടെങ്കിൽ അവൾ ഈ നിൽക്കുന്ന ലിയ മാത്രമായിരിക്കും. ലിയയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ പാവം നൂറിയെ ചതിക്കാൻ ഇക്കാക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം അവളറിഞ്ഞ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. പാവം നെഞ്ചു പൊട്ടിപ്പോകും. ഷഹാന അത് പറയുമ്പോൾ നൂറയോടുള്ള അവളുടെ സ്നേഹം അവന് അതിൽ കാണാമായിരുന്നു. അതോർത്ത് മോള് വിഷമിക്കേണ്ട. നിന്നേക്കാൾ മുന്നേ ഈ കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ട്. അവൾക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റിയിട്ടുമുണ്ട്. അത് കേട്ട് ഷഹാനയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഇല്ല, അവൾ ഒരിക്കലും ഇത് അംഗീകരിച്ചു തരില്ല, അവൾ തീർത്തു പറഞ്ഞു. ഷാനു പറഞ്ഞത് സത്യമാണ്. പുറകിൽ നിന്നും ശബ്ദം കേട്ട അവൾ തിരിഞ്ഞു നോക്കി. ബന്ധുക്കളോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് കൂടെ ഷഹാന ഇല്ല എന്ന കാര്യം നൂറ മനസ്സിലാക്കിയത്. അവൾക്ക് താൻ നേരത്തെ പറഞ്ഞ കള്ളം കേട്ട് ചെറിയൊരു സംശയമുള്ളതുപോലെ നൂറയ്ക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അവൾ ഇവിടേക്ക് വന്നു കാണുമെന്നവൾ ഊഹിച്ചു. പിന്നെ ഉമ്മയോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഓടി വന്നതാണ്. ഷഹാന അവരെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടി വന്നതെങ്കിലും ഷാനുവിനോട് കയർക്കുന്ന അവളെയാണ് കണ്ടത്. നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലാതായോ? ഇക്ക നിന്നെ വേണ്ടാന്ന് വെച്ച് ദാ ആ നിൽക്കുന്നവളെ സ്വീകരിക്കുമ്പോ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? നൂറയുടെ കൈപിടിച്ചുകൊണ്ട് ഷഹാന പറഞ്ഞു. ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഷാന. അവർ തമ്മിലുള്ള ഇഷ്ടമറിഞ്ഞിട്ടും ഞാൻ ഷാനുവിനെ വേണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെയുള്ള ജീവിതം നരകതുല്യമായിരിക്കും. എനിക്കെന്തായാലും അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ല. അതും പറഞ്ഞ് ഷഹാനയെ മറികടന്ന് ലിയയുടെ അടുത്തേക്ക് പോയവൾ. എന്നേക്കാളും ഷാനുവിന് ചേരുന്നത് ഇവൾ തന്നെയാണ്. ഇനി എനിക്കില്ലാത്ത ഒരു വിഷമവും നിനക്കും വേണ്ട. നീ ഇവളെ ഇനി നിന്റെ ഇക്കാന്റെ പെണ്ണായിട്ട് പൂർണ്ണ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും സ്വീകരിക്കണം. അതാണ് എന്റെയും ആഗ്രഹം. നൂറ ഷഹാനയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അവളുടെ ഉള്ളിലെ നോവ് ലിയക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കൽ താൻ സ്നേഹിച്ചയാളെ വിട്ടു നൽകുമ്പോഴുള്ള
വേദന എത്രയാണെന്ന് അവൾക്കറിയാം. നിന്നെ ഇവർ എന്തു പറഞ്ഞാണ് മാറ്റിയെടുത്തത് എന്നറിയില്ല. പക്ഷേ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അതും പറഞ്ഞ് കോപത്തോടെ അവൾ മുറി വിട്ടിറങ്ങിപ്പോയി. അവളിനി എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ന്യൂറ തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അല്ല ലിയ, നീ എങ്ങനെയാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? നൂറ ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഷാനുവും ആ കാര്യം ഓർത്തത്. ഇവളെങ്ങനെ ഈ കല്യാണ സ്ഥലത്തേക്കെത്തി? അത് പിന്നെ കല്യാണപ്പെണ്ണ് ഫാത്തിമ എന്റെ ഫ്രണ്ടാ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ കസിൻസിന്റെ ഫോട്ടോ എടുപ്പ് കണ്ടത്. അതിൽ നിങ്ങൾ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ എനിക്കെന്തോ സങ്കടമായി. ഷാനുവിന്റെ കൈവിടാതെയുള്ള ന്യൂറയുടെ നിൽപ്പ് എന്നിൽ സംശയങ്ങൾ ഉണ്ടാക്കി. അപ്പോഴാണ് ന്യൂറ ഷാനുവിന്റെ കൈപിടിച്ച് മുകളിലേക്ക് കയറുന്നത് കണ്ടത്. അത് കണ്ട ഷോക്കിലായിരുന്നു കുറച്ചു സമയം ഞാൻ. പിന്നീട് ഷാനു എന്നെ ചതിക്കുമായിരുന്നു എന്ന ചിന്ത തന്നെയായിരുന്നു ഉള്ളിൽ. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് മടിച്ചാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ലിയ അത് പറയുമ്പോൾ നൂറയും ഷാനുവും കുറ്റബോധത്തോടെ തലകുനിച്ചു. വാ, നമുക്ക് താഴേക്ക് ചെന്ന് നോക്കാം. അവർ മൂന്നുപേരും താഴേക്ക് പോകുമ്പോൾ മുറിക്ക് പുറത്തായി ഒളിഞ്ഞിരുന്ന് എല്ലാം കേട്ടിരുന്നു അയാൻ. അവന് അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും തന്റെ ഇഷ്ടം നൂറയെ അറിയിക്കണം എന്നവൻ തീരുമാനിച്ചു. അവർ താഴേക്ക് പേടിച്ചാണ് പോയതെങ്കിലും എല്ലാവരുടെയും പെരുമാറ്റം സാധാരണഗതിയിലായത് അവരിൽ ആശ്വാസം നിറച്ചു. ലിയ പെട്ടെന്ന് തന്നെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കി. നിന്നെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ചെക്കന്റെയും പെണ്ണിന്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ലിയയെ വഴക്കു പറയുന്ന റെനയോട് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തവൾ. നീ എന്താടി പോത്തെ ഒന്നും പറയാത്തെ? അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നത് കണ്ട് റെനക്ക് ദേഷ്യം വന്നു. ഡി, അത് പിന്നെ ഫാത്തിമയുടെ ചെക്കൻ ഷാനുവിന്റെ കസിനാണ്. അവൻ ഇവിടെയുണ്ട്. നാണത്തോടെ പറയുന്നവളെ ഞെട്ടലോടെ നോക്കി റെന. വാട്ട്? നീ എന്തൊക്കെയായി പറയുന്നേ? സത്യമാടി, ദാ അങ്ങോട്ട് നോക്ക്. തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഷാനുവിനെ ചൂണ്ടിക്കൊണ്ട് ലിയ പറഞ്ഞതും വിശ്വാസം വരാതെ റെന അങ്ങോട്ട് നോക്കി. അപ്പോഴുണ്ട് രണ്ട് കൈയും പിണച്ചുകെട്ടി തങ്ങളെ തന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നവൻ. എടി ദുഷ്ടേ, എന്നിട്ട് നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. ലിയയുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് റെന പറഞ്ഞു. ആ, അതിന് അവർ കസിൻസ് ആണെന്ന് ഇവിടെ വന്നതിന് ശേഷമാ ഞാൻ തന്നെ അറിഞ്ഞത്. റെന നുള്ളിയ ഭാഗത്ത് തടവിക്കൊണ്ട് ലിയ പറഞ്ഞു. എന്നിട്ട് എന്നോട് പോലും പറയാതെ നീ അവന്റെ അടുത്തേക്ക് പോയല്ലേ? നടക്കട്ടെ മോളെ, നടക്കട്ടെ. കാമുകനെ കണ്ടപ്പോ നിനക്ക് എന്നെ ഒന്നും വേണ്ടാതായല്ലേ? പിണക്കത്തോടെ പറഞ്ഞ് റെന മുഖം തിരിച്ചു. പിണങ്ങാതെടി മോളെ, ഞാൻ നിന്നോട് പറയാതെ പോണം എന്നൊന്നും കരുതിയതല്ല. വേറെ ഒരാവശ്യത്തിന് പോയതാ. വേറെ ആവശ്യമോ? അതെന്താടി അങ്ങനെ ഒരാവശ്യം? വേറെ എന്തെങ്കിലുമൊക്കെ നടന്നോ? അവളെ കളിയാക്കിക്കൊണ്ട് റെന ചോദിച്ചു. ഒന്ന് പോയേടി, ഇതൊന്നുമല്ല. പിന്നെ വേറെന്താ? സംശയത്തോടെ റെന ചോദിച്ചു. അതൊക്കെ വലിയ കഥയാ, ഞാൻ പിന്നെ പറയാം. റെന അതെന്താണ് അങ്ങനെ ഒരു കാര്യമെന്ന് പുരികമുയർത്തി അവളെ ഒന്ന് നോക്കി. ശേഷം അവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ചെന്നു. അവർ ഇരുന്ന ടേബിളിനടുത്തായി ഷാനുവും വന്നിരുന്നു. കഴിക്കുന്നതിനിടയിൽ പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞവർ. ഇതൊക്കെ കണ്ട് റെനക്കാകെ ബോറടിയായി. തനിക്കും ഇതുപോലൊരു കാമുകൻ സെറ്റായിരുന്നെങ്കിൽ എന്നവൾ വെറുതെ ആശിച്ചു. കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആയിരുന്നു. നാളെ രാവിലെ ഷാനുവിന് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നേരെ റൂമിലേക്ക് പോകാനായി സ്റ്റെപ്പുകൾ കയറാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്നുമുള്ള അവന്റെ ഉപ്പാന്റെ വിളിയിൽ അവനൊന്ന് നിന്നു. എന്താ ഉപ്പ? അവൻ അയാൾക്കരികിലേക്ക് നടന്നു. അപ്പോഴേക്കും
ബാക്കിയുള്ളവരും അവിടെ കൂടിയിരുന്നു. കാര്യമെന്താണെന്ന് നിനക്കറിയില്ലേ? അത് ചോദിക്കുമ്പോൾ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് തന്നെയും ലേയെയും കുറിച്ചായിരിക്കും എന്നവന് മനസ്സിലായി. എങ്കിലും ഒന്നും അറിയാത്തതുപോലെ അവൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. നിനക്ക് നൂറമോളെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലേ? ഉപ്പയും മകനും തമ്മിലുള്ള സംഭാഷണം എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലാവാതെ നിന്നിരുന്ന ബാക്കിയുള്ളവർക്ക് ആ ചോദ്യം ഒരു ഞെട്ടലുണ്ടാക്കി. ഇക്ക, എന്താ ഈ പറയുന്നേ? നമ്മൾ അവനോട് ചോദിച്ചിട്ട് തന്നെയല്ലേ കല്യാണക്കാര്യം ഉറപ്പിച്ചത്? നൂറയുടെ ഉമ്മ അബ്ദുള്ളയോട് ചോദിച്ചു. നീ മിണ്ടാതിരി, എന്റെ ചോദ്യം അവനോടാണ്. അയാൾ തന്റെ പെങ്ങൾക്ക് നേരെ കയർത്തു. ഷാനു, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. അതിനുള്ള ഉത്തരം എനിക്കിപ്പോൾ കിട്ടണം. അത് പിന്നെ ഉപ്പ, എനിക്ക് ഇതുവരെ ഒരു കാര്യത്തിലും അവൻ അയാളെ ധിക്കരിച്ചിട്ടില്ലായിരുന്നു. തന്റെ ഉപ്പയോട് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള താൻ ഉപ്പാനോട് എന്തു മറുപടി പറയുമെന്നോർത്ത് അവന് വാക്കുകൾ കിട്ടാതെയായി. ഷാനു, വെറുതെ എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. നിനക്ക് നൂറയെ വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അത് മാത്രം പറഞ്ഞാൽ മതി. അയാളുടെ ശബ്ദമുയർന്നു. അത് കേട്ട് മറ്റുള്ളവർക്കും പേടിയായി. എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതമല്ല. പറഞ്ഞു തീരുന്നതിന് മുന്നേ അവന്റെ കവിളിൽ അയാളുടെ കരം പതിഞ്ഞിരുന്നു. അല്ലാ, എന്റെ മോൻ, നിങ്ങളിത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? അടികൊണ്ട മകന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് ആമിന പറഞ്ഞു. ഞാൻ തല്ലിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൻ പറഞ്ഞതൊന്നും നിന്റെ ചെവിയിൽ കേട്ടില്ലേ? അയാൾ തന്റെ ഭാര്യയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന് ഒരു തെറ്റ് പറ്റിയതാവും. നമുക്കവനെ പറഞ്ഞു തിരുത്താം. ഇല്ലുമ്മ, എനിക്കൊരിക്കലും നൂറിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അവൻ തറപ്പിച്ചു പറഞ്ഞു. അതെന്താ മോനെ നീ ഇപ്പോ ഇങ്ങനെ പറയുന്നത്? നൂറയുടെ ഉപ്പ ചോദിച്ചു. അത് പിന്നെ എളാപ്പ, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഈ ഷാനുവിന്റെ മഹർ ഒരു പെണ്ണിന്റെ കഴുത്തിൽ കയറുന്നുണ്ടെങ്കിൽ അതെന്റെ ലേയുടേതായിരിക്കും, അവൻ ഉറച്ച സ്വരത്തോടെ ഗാംഭീര്യത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല. ഷാനുവിന്റെ ഉപ്പയും വിട്ടുകൊടുത്തില്ല. അബ്ദു, നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ഓർമ്മ വേണം. അതുവരെ ഒന്നും മിണ്ടാതെ ഇരുന്ന ഉമ്മാമയുടെ ശബ്ദമുയർന്നു. ഉമ്മ, ഇവൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ ഞാൻ എന്തു പറയണം? നൂറയും നമ്മുടെ മോള് തന്നെയല്ലേ. അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ല. കണ്ണു നിറച്ചു നിൽക്കുന്ന നൂറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും നിറഞ്ഞ മിഴിയോടെ അവൾ അയാളെ ഒന്ന് നോക്കി. തനിക്ക് വേണ്ടി സ്വന്തം മകനോട് ആദ്യമായി അടിപിടി ഉണ്ടാക്കുന്ന അയാളെ ഓർത്ത് അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ തോന്നി. എന്നും ഈ സ്നേഹം അനുഭവിച്ച് ഇവരുടെ മരുമകളായി നിൽക്കാൻ ആവില്ലല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അതിനെ നൂറ മോൾക്കില്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ആർക്കും വേണ്ട, ഉമ്മാമ നൂറയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഉമ്മാമ പറഞ്ഞത് ശരിയാണെങ്കിൽ ഷാനുവിനെ ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. അല്ലാതെ എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ലാതെ മനസ്സിൽ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ വിവാഹം ചെയ്താലും ആ ജീവിതം സന്തോഷത്തോടെ ഉള്ളതാവുമെന്ന് ആർക്കെങ്കിലും ഉറപ്പു തരാൻ പറ്റുമോ? അവിടെയുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും ആർക്കും ഉത്തരമൊന്നും പറയാനുണ്ടായിരുന്നില്ല. അത് പിന്നെ മോളെ, കല്യാണം കഴിഞ്ഞാ അതൊക്കെ ശരിയാകും, ഷാനുവിന്റെ ഉമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരിയായില്ലെങ്കിലോ? എന്റെ ജീവിതം വെച്ച് അങ്ങനെയൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരാൻ എനിക്ക് സമ്മതമല്ല. അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ആദി പിടിച്ചിരിക്കുന്ന അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് അവൾ ചെന്നു. അവരുടെ രണ്ടുപേരുടെയും കൈപിടിച്ച് അവൾ പറഞ്ഞു. ഉമ്മ, ഉപ്പ, നിങ്ങൾ രണ്ടുപേരുടെയും പരസ്പരമുള്ള സ്നേഹം കണ്ടും അനുഭവിച്ചും വളർന്ന ആളാണ് ഞാൻ. എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടായാൽ അത് നിങ്ങളെപ്പോലെയുള്ളത് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിച്ചവളാണ്. അങ്ങനെയുള്ള ഞാൻ ഷാനുവിനെ വിവാഹം ചെയ്താൽ
ഒരിക്കലും അതുപോലൊരു ജീവിതം എനിക്ക് കിട്ടില്ല. മറിച്ച് ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് എന്റെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുത് എങ്കിൽ ഈ വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. അത്രയും പറഞ്ഞ് ആ ഉമ്മയുടെ നെഞ്ചിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാനവൾ. എന്ത് പറഞ്ഞ് മകളെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ അവരും അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പോ അവള് തന്നെ പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ? അവൾക്കും ഈ വിവാഹത്തോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി ആരും അതേക്കുറിച്ച് സംസാരിക്കേണ്ട. ഷാനു അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ വിവാഹം ചെയ്യും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കാണ് അതിനെ ധിക്കരിക്കുന്നത് എന്നെനിക്കറിയണം. ഉമ്മാമ താക്കീതോടെ പറഞ്ഞുകൊണ്ട് ഷാനുവിന്റെ ഉപ്പയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉമ്മയെ ധിക്കരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ ഒന്നും പറയാതെ റൂമിലേക്ക് കയറി കതക് ശക്തിയായി അടച്ചു. ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അയാൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഉമ്മാമ മാത്രം അതൊന്നും കാര്യമാക്കിയില്ല. എന്ത് കാഴ്ച കാണാൻ നിൽക്കുന്നതാ എല്ലാവരും? പോയി കിടക്കാൻ നോക്ക്. ഉമ്മാമ എല്ലാവരെയും റൂമിലേക്ക് പായിച്ചു. എന്നാൽ ഷാനു മാത്രം അവിടെ തന്നെ നിന്നു. ആദ്യമായി ഉപ്പ തന്നെ തല്ലിയതിന്റെ വിഷമത്തിലായിരുന്നു അവൻ. മോനെ ഷാനു, അവനരികിലേക്ക് ചെന്ന് അടികൊണ്ട കവിളിൽ തലോടിക്കൊണ്ട് അവർ വിളിച്ചു. സാരമില്ല മോനെ, ഉപ്പയല്ലേ, നീ അത് വിട്ടുകളാ. അവർ അവനെ ആശ്വസിപ്പിച്ചു. അത്രയും വലിയ തെറ്റാണോ ഉമ്മാമ ഞാൻ ചെയ്തത്? ന്യൂറ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങിയാൽ അത് ഞങ്ങൾ രണ്ടുപേർക്കും നരകതുല്യമായിരിക്കില്ലേ? അതിലും നല്ലതല്ലേ തനിക്കിഷ്ടമുള്ള, തന്നെ ഇഷ്ടമുള്ള ആളുടെ കൂടെയുള്ള ജീവിതം. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. മോൻ വിഷമിക്കാതെ, ഒക്കെ ശരിയാകും. ഒന്നുമില്ലെങ്കിലും ഇനി ധൈര്യമായി നിനക്ക് അവളെ നിക്കാഹ് ചെയ്യാലോ. ഇത്രയും നേരം എങ്ങനെ എല്ലാവരെയും നിന്റെ ഇഷ്ടം അറിയിക്കുമെന്ന ടെൻഷൻ ആയിരുന്നില്ലേ? ഇനി അത് വേണ്ടല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കണം. ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട. അതിനെ അവരൊക്കെ സമ്മതിക്കുമോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ആരാ ഇവിടെ സമ്മതിക്കാത്തത്? എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. നീ പേടിക്കാതിരിയട ചെക്ക, ഞാനില്ലേ നിന്റെ കൂടെ. അവർ അവന്റെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. എങ്കിലും ഷാനുവിന്റെ ഉള്ളിൽ ടെൻഷൻ തന്നെയായിരുന്നു. ഉപ്പാക്ക് തന്നോടുള്ള ദേഷ്യം കുറയുമോ എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. ഞാനിന്ന് ഉമ്മാമന്റെ കൂടെ കിടക്കട്ടെ? അതിനെന്താ, മോൻ വാ. അതും പറഞ്ഞവൾ അവന്റെ കൈ പിടിച്ച് റൂമിലേക്ക് നടന്നു. ഉമ്മാമയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൻ ഇനിയുള്ള തന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നോർത്തു. മോൻ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? ഉമ്മാമ അവന്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ഉമ്മാമ, ഞാൻ വെറുതെ. അതൊന്നുമല്ല, എനിക്കറിയില്ലേ നിന്നെ. നീ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് എങ്കിലും ഒന്നിനെ കുറിച്ചോർത്തും മോൻ വിഷമിക്കേണ്ട. എന്തായാലും എല്ലാം ഇവിടെ വരെ എത്തിയില്ലേ, ഒക്കെ നേരെയാവും. നീ ഉറങ്ങാൻ നോക്ക്. അവർ അവന്റെ മുടിയിൽ അങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ഓരോന്ന് ചിന്തിച്ചിരുന്ന് അവനും എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. എന്തിന്, ഷാനുവിന്റെ മുഖത്തേക്ക് പോലും ആരുമൊന്ന് നോക്കിയത് പോലുമില്ല. അതവന് കൂടുതൽ വിഷമമായി. ഇന്നെന്താ എല്ലാ എണ്ണത്തിന്റെയും നാക്കിറങ്ങിപ്പോയോ? ആരുമൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ഉമ്മാമ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ഷാനുവിന്റെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കണം. ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും ഉമ്മാമ വീണ്ടും പറഞ്ഞു. അത് കേട്ട് ഞെട്ടലോടെ എല്ലാവരും മുഖമുയർത്തി അവരെ നോക്കി. എന്തിനാ ഉമ്മ ഇത്ര പെട്ടെന്ന്? ഷാനുവിന്റെ ഉമ്മയാണ് ചോദിച്ചത്. ഇനിയും എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു ദിവസം തീരുമാനിക്കണം. നിങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയോ നിശ്ചയിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്നെ അതിലൊന്നും കൂട്ടണ്ട. അതും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം മതിയാക്കി അബ്ദുള്ള ദേഷ്യത്തോടെ എഴുന്നേറ്റു. അയാളുടെ ദേഷ്യം ന്യായമായതുകൊണ്ട് തന്നെ ഉമ്മാമയും എതിർത്തൊന്നും പറഞ്ഞില്ല. ആയിഷ, നിങ്ങൾ എന്നാ പോകുന്നത്? അത് പിന്നെ കുറച്ച് വീക്സ് കൂടി ഉണ്ടാകും, അവർ ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ കല്യാണം നടത്തിയേക്കാം. പിന്നെ വീണ്ടും കല്യാണത്തിന് വരാൻ
ലീവ് കിട്ടിയെന്ന് വരില്ല. അവരത് പറയുമ്പോൾ ആയിഷയുടെയും ഭർത്താവിൻ്റെയും മുഖം വാടിയിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും തങ്ങളുടെ മകളെ ഈ വീട്ടിലേക്ക് തന്നെ വിവാഹം ചെയ്ത് അയക്കണം എന്നായിരുന്നു അവരുടെയെല്ലാം ആഗ്രഹം. അതാണിപ്പോൾ മുളയിലെ നുള്ളിയത്. അതിൻ്റെ ദേഷ്യം അവർക്ക് ആ ഉമ്മയോടും ഉണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും മുഖമുയർത്താതെ തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി കണ്ണീർ വാർക്കുന്നവളെ ആ ഉമ്മാമയും ഷാനുവും ശ്രദ്ധിച്ചിരുന്നു. ഷാനുവിന് അവളുടെ ആ ഇരിപ്പ് കണ്ട് എന്തോ സഹിക്കാൻ പറ്റിയില്ല. താൻ കാരണമാണല്ലോ അവൾക്ക് ഈ ഗതി വന്നത് എന്ന കുറ്റബോധം അവനെ വല്ലാതെ അലട്ടി. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് എഴുന്നേറ്റു. നിനക്ക് മതിയായോ? ഉമ്മാമ ചോദിച്ചു. ആ മതിയായോ ഉമ്മാമ, എനിക്കിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് പോണം. അതും പറഞ്ഞവൻ വേഗം കൈ കഴുകി പുറത്തേക്ക് പോയി. മോളെ നൂറ, ഇങ്ങനെ നോക്കിയിരിക്കാതെ അത് മുഴുവനും കഴിക്കേ. അവൾ ഒന്നും കഴിക്കുന്നില്ലെന്ന് കണ്ടതും ഉമ്മാമ നിർബന്ധിച്ചു. എനിക്ക് വേണ്ട ഉമ്മാമ. അവളും എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. അവളുടെ അവസ്ഥ കണ്ട് ഉമ്മാമയുടെ ഉള്ളും നീറുന്നുണ്ടായിരുന്നു. ഷാനുവിനെ പോലെ തന്നെയാണ് തനിക്കവളും. നൂറ മോളെ, നീ ഒന്ന് എൻ്റെ റൂം വരെ വരണേ. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വെറുതെ ഒന്ന് മൂളിയതേ ഉള്ളൂ അവൾ. തന്നോടും അവൾക്കൊരു അകൽച്ച ഉള്ളതുപോലെ അവർക്ക് തോന്നി. ഒരു തരത്തിൽ എല്ലാം അറിഞ്ഞിട്ടും താനും അവളെ ചതിക്കുകയായിരുന്നു എന്നവൾക്ക് തോന്നിയിട്ടുണ്ടാവും.